നമസ്കാരം. ഇന്നത്തെ ഈ എക്സ്പ്ലെയിനറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സമൂഹം ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞു മുതൽ അങ്ങേയറ്റം വാർദ്ധക്യത്തിലെത്തിയ ഒരാൾക്കു വരെ എങ്ങനെയാണ് പടിപടിയായി ഒരു സുരക്ഷാവലയം തീർക്കുന്നത് എന്നതിന്റെ വളരെ രസകരമായ ഒരു കഥയിലൂടെ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്ന നിങ്ങളുടെ സ്വന്തം കഥാകാരനാണ് ഞാൻ ഇന്ന്. നമുക്ക് തുടങ്ങാമല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കിയേ. നിങ്ങൾ ജനിക്കുന്ന ആ ഒരു ദിവസം മുതൽ ജീവിതത്തിന്റെ അവസാനം വരെ ഒരു സംസ്ഥാനം നിങ്ങളെ പൂർണ്ണമായി സംരക്ഷിക്കാൻ തീരുമാനിച്ചാൽ അതെങ്ങനെയിരിക്കും? വളരെ സൂക്ഷ്മമായി തയ്യാറാക്കിയ ക്ഷേമ പദ്ധതികളിലൂടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ജനങ്ങൾക്ക് താങ്ങാകുന്ന കേരളത്തിന്റെ ആ ഒരു കഥാപുസ്തകമാണ് നമ്മൾ ഇന്ന് തുറക്കാൻ പോകുന്നത്. ഈ കഥയുടെ ഒരു ആമുഖം എന്ന് പറയുന്നത് തന്നെ ആർദ്രം മിഷനാണ്. താഴെത്തട്ടിലുള്ള നമ്മുടെ ആരോഗ്യ ശൃംഖലകളെ അടിമുടി മാറ്റാനും ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഒന്നായ നല്ല ആരോഗ്യവും ക്ഷേമവും ഉറപ്പാക്കാനും വേണ്ടി രൂപകൽപ്പന ചെയ്ത അതിഗംഭീരമായ ഒരാശയമാണിത്. ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് വളരെ വലിയൊരു മാറ്റമാണ് കേട്ടോ. അതായത് നിങ്ങൾക്കെന്തെങ്കിലും അസുഖം വരുമ്പോൾ മാത്രം ചികിത്സിക്കുക എന്ന പഴയ രീതി മാറി സമഗ്രമായ പരിചരണത്തിലൂടെ നിങ്ങളുടെ ആരോഗ്യം മുൻകൂട്ടി തന്നെ സംരക്ഷിക്കുക എന്നൊരു വലിയ ലക്ഷ്യത്തിലേക്കാണ് സംസ്ഥാനം മാറുന്നത്. അപ്പോ നമ്മുടെ ഈ പൗരന്റെ ജീവിതയാത്രയിലെ ഒന്നാം അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. ശൈശവ കാലഘട്ടത്തിലെ പരിചരണമാണ് നമ്മളിവിടെ നോക്കുന്നത്. ജനനത്തോടെ തന്നെ ഈ കരുതൽ തുടങ്ങുകയാണ്. മാതൃജ്യോതി പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നവജാത ശിശുക്കളെ നന്നായി പരിചരിക്കാൻ അമ്മമാർക്ക് പ്രസവാനന്തരം തന്നെ കൃത്യമായ സാമ്പത്തിക സഹായം ഇതിലൂടെ ഉറപ്പാക്കുന്നുണ്ട്. കുഞ്ഞിന് 2 വയസ്സാകുന്നത് വരെ പ്രതിമാസം 2000 രൂപ വെച്ചാണ് ഇതിലൂടെ കിട്ടുന്നത്. അമ്മമാർക്കത് ശരിക്കും വലിയൊരാശ്വാസമാണ്. ഇനി ആ കുഞ്ഞ് കുറച്ചുകൂടി വളർന്നു വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. പോഷകബാല്യം പദ്ധതിയിലൂടെ ആഴ്ചയിലെ 2 ദിവസം പാലും മുട്ടയും നൽകി പോഷകാഹാരം ഉറപ്പാക്കുന്നു. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് സാധാരണ അങ്കണവാടികളെ സ്മാർട്ട് അങ്കണവാടികളാക്കി മാറ്റുന്നു. പോരാത്തതിന് ചായം എന്ന പദ്ധതിയിലൂടെ അവയെ നല്ല അടിപൊളി ശിശു സൗഹൃദ ഇടങ്ങളാക്കി നവീകരിക്കുകയും ചെയ്യുന്നു. ഈ ഒരു കണക്ക് നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം. സംസ്ഥാനത്ത് അനാഥരായ കുട്ടികളുടെ എണ്ണം 75,000-ൽ നിന്ന് നേരെ 38,000-ആയി കുറഞ്ഞിരിക്കുന്നു. അനാഥരായ കുട്ടികൾക്ക് പ്രതിമാസം 300 മുതൽ 1000 രൂപ വരെ ധനസഹായം നൽകുന്ന സ്നേഹപൂർവം എന്ന പദ്ധതിയാണ് അക്ഷരാർത്ഥത്തിൽ ഈയൊരു വലിയ മാറ്റത്തിന് കാരണമായത്. ശരിക്കും ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണിത്. എന്നാൽ സംരക്ഷണം എന്ന് പറയുന്നത് വെറും സാമ്പത്തികം മാത്രമല്ല കേട്ടോ. കുട്ടികൾക്കെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള ഓപ്പറേഷൻ പി ഹണ്ട്, അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദങ്ങളും ആത്മഹത്യാ പ്രവണതയും തടയാനുള്ള നിനവ് തുടങ്ങിയ ഡിജിറ്റൽ മാനസിക കവചങ്ങൾ കൂടി നമ്മുടെ ഈ കഥാപുസ്തകത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ ആ കുട്ടി വളർന്നു വലുതാവുകയാണ്. അധ്യായം 2. യുവജനങ്ങളെയും മുതിർന്നവരെയും ശാക്തീകരിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മളിനി നോക്കുന്നത്. പഠനത്തിൽ ഇടയ്ക്ക് വെച്ച് എങ്ങാനും ഒന്നു വീണുപോയാലോ? അവർക്കൊരു വലിയ താങ്ങാണ് ഹോപ്പ് പദ്ധതി. SSLC അല്ലെങ്കിൽ +2 പഠനം പാതിവഴിയിൽ മുടങ്ങിയവർക്ക് സൗജന്യമായി വിദ്യാഭ്യാസം പുനരാരംഭിക്കാൻ സംസ്ഥാന പോലീസ് സേനയുടെ നേതൃത്വത്തിൽ തന്നെ നടപ്പിലാക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു സംരംഭമാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്. തൊഴിലിനും ഉന്നത വിദ്യാഭ്യാസത്തിനുമുള്ള സാമ്പത്തിക തടസ്സങ്ങൾ ഇവിടെ കൃത്യമായി നീക്കം ചെയ്യപ്പെടുന്നുണ്ട്. നൈപുണ്യ പരിശീലനത്തിന് സ്കോളർഷിപ്പ് നൽകുന്ന കണക്ട് ടു വാക്ക് മുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന വർണ്ണം വരെയുള്ള പദ്ധതികളിലൂടെ എല്ലാവരെയും ഒരുപോലെ ചേർത്തുപിടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. 29 ലക്ഷം. ഈ വലിയ സംഖ്യ എന്താണെന്നറിയാമോ? സംസ്ഥാനത്തെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ വെറും 6 മാസത്തിനുള്ളിൽ എൻറോൾ ചെയ്ത ഗുണഭോക്താക്കളുടെ എണ്ണമാണത്. ഈ പറഞ്ഞ പദ്ധതിയാണ് മെഡിസെപ്പ്. നമ്മുടെ മുതിർന്ന തൊഴിൽ സേനയ്ക്ക് ഇതൊരു വലിയ സുരക്ഷാ കവചമാണ് ഒരുക്കുന്നത്. വെറും 810 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും 3 ലക്ഷം രൂപ വരെയുള്ള പണരഹിത ചികിത്സാ പരിരക്ഷയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. പക്ഷേ ജോലിയൊക്കെ കഴിഞ്ഞ് വിരമിച്ച് വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രായമായിക്കൊണ്ടിരിക്കുന്ന ഏതൊരു സമൂഹവും നേരിടേണ്ടി വരുന്ന വലിയൊരു ചോദ്യമാണിത്. ഇത് നമ്മളെ ഈ കഥയുടെ ഏറ്റവും ഹൃദയസ്പർശിയായ അധ്യായത്തിലേക്ക് കൊണ്ടുപോകുന്നു. അധ്യായം 3. വാർദ്ധക്യത്തെ സംരക്ഷിക്കുന്നു. നമ്മുടെ വയോജനങ്ങൾക്ക് എങ്ങനെയാണ് അന്തസ്സും പരിചരണവും ഉറപ്പാക്കുന്നതെന്ന് നോക്കാം. വിരമിക്കൽ എന്നത് ശരിക്കും കഥയുടെ അവസാനമൊന്നുമല്ല കേട്ടോ. സ്വന്തമായി പുതിയൊരു ബിസിനസ്സോ സ്റ്റാർട്ടപ്പോ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന 50 വയസ്സ് കഴിഞ്ഞവർക്കും മുതിർന്ന പൗരന്മാർക്കും ന്യൂ ഇന്നിംഗ്സ് എന്ന പദ്ധതിയിലൂടെ സർക്കാർ മികച്ച പിന്തുണ നൽകുന്നുണ്ട്.
അതവരുടെ ജീവിതത്തിലെ ഒരു പുതിയ ഇന്നിംഗ്സ് തന്നെയാണ്. ഇനി കൃത്യമായ പരിചരണം ആവശ്യമുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വയോസുരക്ഷാ വലയം. സൗജന്യമായി ഗ്ലൂക്കോമീറ്ററുകൾ നൽകുന്ന വയോമധുരം മുതൽ ഒറ്റപ്പെട്ടുപോയ വയോജനങ്ങൾക്ക് സഹായം നൽകുന്ന വയോരക്ഷ വരെ നീളുന്ന വാർദ്ധക്യത്തെ ചേർത്തുപിടിക്കുന്ന നിരവധി സേവനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലെന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച വളരെ മനോഹരമായൊരു പദ്ധതിയാണ് മന്ദഹാസം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള പ്രായമായവർക്ക് കൃത്രിമ പല്ലുകൾ വെക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് ഈ പദ്ധതി അക്ഷരാർത്ഥത്തിൽ അവരുടെ പുഞ്ചിരി തിരികെ നൽകുകയാണ് ചെയ്യുന്നത്. വളരെ ചെറിയ കാര്യമാണെന്ന് തോന്നാമെങ്കിലും അവർക്കത് നൽകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര വലുതാണ്. ഈ ടൈംലൈൻ ഒന്ന് നോക്കിയേ. 1 വയസ്സിൽ പോഷകാഹാരം ഉറപ്പാക്കുന്ന പോഷകബാല്യം മുതൽ 70-ാം വയസ്സിൽ വയോജനങ്ങൾക്ക് ഡേ കെയർ നൽകുന്ന സായം പ്രഭാഹവും വരെ, ഒരു പൗരന്റെ ജനനം മുതൽ വാർദ്ധക്യം വരെ നീണ്ടുനിൽക്കുന്ന അതിമനോഹരമായി പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട ഒരു ക്ഷേമ പദ്ധതിയുടെ വലിയൊരു കഥ നമുക്കിതിൽ വ്യക്തമായി കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ ഈ എക്സ്പ്ലെയിനറിന്റെ അവസാന ഭാഗത്തേക്ക്, ഈ കഥയുടെ ഉപസംഹാരത്തിലേക്ക് എത്തുകയാണ്. എല്ലാവർക്കും ആരോഗ്യം. നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്തം. സംസ്ഥാനത്തിന്റെ ജനകീയ കാമ്പയിനിൽ നിന്നുള്ള ഈയൊരു മുദ്രാവാക്യം തെളിയിക്കുന്നതെന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥ ക്ഷേമം എന്നത് വെറും സർക്കാർ ആനുകൂല്യങ്ങൾ മാത്രമല്ല, മറിച്ച് എല്ലാവരും ചേർന്ന് നല്ല ആരോഗ്യത്തിനായി മുൻകൈയെടുക്കുന്ന ഒരു സജീവമായ സാമൂഹിക സംസ്കാരം വളർത്തിയെടുക്കുക കൂടിയാണ് എന്നതാണ്. അവസാനമായി ഈയൊരു ചിന്ത നിങ്ങളിൽ അവശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജനനം മുതൽ മരണം വരെ ഇത്രയും സമഗ്രമായൊരു സുരക്ഷാവലയം തീർക്കാൻ ഒരു സംസ്ഥാനത്തിന് കഴിയുമെങ്കിൽ, ഭാവിയിൽ ആഗോള ആരോഗ്യക്ഷേമ പദ്ധതികളുടെ യഥാർത്ഥ സാധ്യതകൾ എന്തായിരിക്കും? മനുഷ്യന്റെ ജീവന് ഇത്രത്തോളം പ്രാധാന്യം നൽകുന്ന ഇത്തരം പ്രാദേശിക മാതൃകകൾ നമ്മുടെ കൂട്ടായ ഭാവിയിലേക്കുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആകുമോ? തീർച്ചയായും ആലോചിക്കേണ്ട ഒരു വിഷയമാണിത്. അപ്പോൾ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.